റിസൾട്ട് കാണുമ്പോൾ ഞെട്ട് നിങ്ങൾ അങ്ങനത്തെ സാധനം. ഡോറൊക്കെ അഴിക്കാൻ പോവാണ്. 4 ഡോറിന്റെ പാനൽ അഴിക്കണം. കുറച്ച് പണിയുണ്ട്. ഇതിന് മൊഡ്യൂൾ ഓരോ ഡോറിലും വെക്കുന്ന മൊഡ്യൂൾ ആട്ടത്. ഇവിടെ ഏതൊരു വണ്ടിയാണെങ്കിലും ഏതൊരു കാറാണെങ്കിലും നമുക്ക് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്നവർക്കും ആ സംഭവം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് അതിന്റെ ആപ്പ്. അത് എടുക്കുക. എന്നിട്ട് ഇതാ കളർ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഇതാണ്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു MadMax വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൽ നമ്മളൊരു ആംബിയലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കിടിലൻ ആംബിയലൈറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ഇൻട്രോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടോ. ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഏവിയോൺ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഡൽഹി ബേസ്ഡ് ആയിട്ട് ഒരു പേജ്, ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാട്ടോ ഞാൻ സാധനം മേടിച്ച് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. 1 ഇയർ വാറണ്ടി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ അത് വെച്ചപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിന്റെ ലുക്കേ മാറി. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഞെട്ടിപ്പോവും. അപ്പോൾ അത് എന്തായാലും നിങ്ങളുടെ വണ്ടിയിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഏത് വണ്ടിയിൽ ഏത് കാറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. റേറ്റ് നല്ല കുറവാണ്. നിങ്ങൾക്ക് ആ പേജിലേക്ക് മെസ്സേജ് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പോയി കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ച് നോക്കുക. നല്ല സാധനമാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. നേരെ വീഡിയോയിലേക്ക് പോയിട്ട് അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടോ. അപ്പോൾ ഇതിനകത്ത് സാധനങ്ങളൊക്കെ നമ്മളൊന്ന് അഴിച്ച് സെറ്റാക്കിയിട്ട് അതിനകത്ത് ഡോർമേലൊക്കെ സെറ്റാക്കാൻ വേണ്ടി പോകാട്ടോ. റിസൾട്ട് കാണുമ്പോൾ ഞെട്ട് നിങ്ങൾ അങ്ങനത്തെ സാധനം കേട്ടത്. ഇത് K3 എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇവിടെ പോയി സൈഡിൽ K3 എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. K4 ഇങ്ങനെ ഓടിക്കളിക്കണ ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. എനിക്കൊരു സിംഗിൾ കളർ, ഏതായാലും കളറുകളെല്ലാം സിംഗിൾ പാറ്റേണിൽ മാത്രം നിൽക്കുന്ന ആംബിയലൈറ്റിനോട് താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത്. K4 ഉണ്ടായിരുന്നു, പക്ഷേ K4-നേക്കാൾ എനിക്ക് ഇഷ്ടം ഇതാ, ഒറ്റ കളർ മതി. എല്ലാ മോഡലുകളും ബാക്കിയെല്ലാം ഉണ്ട്. ആ മെട്രിക് സാധനങ്ങളൊന്നും ഇല്ലാന്നുള്ളൂ. ഇങ്ങനെ ഓടിക്കളിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല. അത് കണ്ണാപ്പി ഫീലായി പോകും. അപ്പോൾ പണി തുടങ്ങി. ഇനി നമുക്ക് പണി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഡോറൊക്കെ അഴിക്കാൻ പോവാണ്. 4 ഡോറിന്റെ പാനൽ അഴിക്കണം. കുറച്ച് പണിയുണ്ട്. ഇതാട്ടോ നമ്മുടെ ആംബിയൻ ലൈറ്റിൻ്റെ ഒരു പിക്സൽ സാധനം, സ്ട്രിപ്പ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിക്സലാണ്. നോർമലി വരുന്ന ഓപ്റ്റിക്കൽ കേബിൾ അല്ല. നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്ന സാധനമാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് താഴത്തേക്കുള്ളൊരു ലൈറ്റും ഉണ്ട്. ഇതിൻ്റെ മൊഡ്യൂൾ ഓരോ ഡോറിലും വെക്കുന്ന മൊഡ്യൂൾ ആട്ടോ ഇത്. പിന്നെന്താ അവിടെ പോയി. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ അടിയിലേക്ക് നമ്മൾ കാല് വെക്കുന്ന ഭാഗത്തേക്കുള്ള ലൈറ്റ് ആട്ടോ ഇത്. ഇനി ഈ QR സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ഫോണിൽ ആൻഡ്രോയിഡിൽ ഈ QR വെച്ചിട്ട് നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ആപ്പ് ഉണ്ട്, ആപ്പ് കൺട്രോൾഡാണ്. ഈ ഒരു പെർഫോമൻസ് കിട്ടും കേട്ടോ. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, അതുകൊണ്ട് കാണാത്തതാണ്. ഞാൻ ബ്രൈറ്റ്നസ് കുറച്ച് കാണിച്ചില്ല. സെറ്റ് എങ്ങനെ മാറി കളിക്കുവോ? നമുക്ക് ഇഷ്ടം ചെയ്യാം. ഓയ് ഇങ്ങനെ മാറണ്ട. ഓ സെറ്റാണല്ലേ. അങ്ങനെ ഡോർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കി, ഈ സാധനങ്ങൾ നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാം കേട്ടോ. സെറ്റാണ്, കാണിച്ചു തരാം. എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതായിരിക്കും വൃത്തി. ഇത് വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മൊത്തം സ്ലീവൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. ഇത് കണ്ടില്ലേ, നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. പകലാണെങ്കിൽ പോലും സെറ്റാണ് കേട്ടാ. കാഴ്ച അങ്ങനെ ഫൈനലി വർക്ക് കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയായിട്ടോ. ഒരു മനുഷ്യനില്ല ഇവിടെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ വണ്ടി കൊണ്ട് പോവാണ്. വണ്ടീൻ്റെ ഇൻറ്റീരിയർ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ്. ഫൈനലി ഇത് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ആംബിയലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്റീരിയർ നോക്കിയേ, ഭയങ്കര ഭംഗിയാട്ടോ. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ഡോറിൽ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇവിടെ മൊത്തം എന്താ കണ്ടില്ലേ, ഡോർ അടക്കം എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കാല് വെക്കുന്ന സ്പേസിലും 4 ഡോറിലും ഈ ഒരു കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആപ്പിൽ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ എന്റെ ഫോണിൽ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ആപ്പ്. അത് എടുക്കുക. എന്നിട്ട് ഇതാ കളർ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഇതാണ്ടോ ഇങ്ങനെ മാറ്റാം. അതിനനുസരിച്ച് കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ടോടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇപ്പൊ നൈറ്റ് ഓടിക്കുമ്പോൾ, നല്ല നൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവാണ്ടിരിക്കാൻ വേണ്ടി നോക്കാം. ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതനുസരിച്ച് അവിടെ കൂടുന്നതും കുറയ്ക്കുന്നതും കണ്ടതാ. പകലൊക്കെ ആകുമ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിൽ ഇട്ടാലും നല്ല ഒരു വിസിബിലിറ്റി കാണും കേട്ടോ. പകലാണെങ്കിൽ പോലും. കാര്യം എന്ന് വെച്ചാൽ പിക്സൽ LED ആണ് ഇതിനകത്ത് വരുന്നത്. നോർമൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അല്ല വരുന്നത്. ഇതിന് കറക്റ്റ് വരുന്ന പിക്സൽ LED ആണ്. അതുകൊണ്ട് പകലാണെങ്കിൽ പോലും നമുക്ക് നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളറും കേട്ടോ. നൈസാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മോഡുകളുണ്ട്, പല മോഡുകളുണ്ട്.
ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാല് അതിന്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. കളർ മാറിക്കൊണ്ടിരിക്കണുണ്ടോ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ സ്പീഡ് കുറച്ചിട്ട് കഴിഞ്ഞാല് മെല്ലെ നമ്മൾ പോലും അറിയാണ്ട് കളർ മാറുന്നുണ്ടോ. ഇപ്പൊ വൈറ്റ് ആയി, ഇതാ റെഡിലേക്ക് എത്തി, യെല്ലോ, ഗ്രീൻ, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ ഇഷ്ടമുള്ള കളേഴ്സിൽ വേറെ ബ്ലിങ്ക് ചെയ്യണുണ്ടോ, ഇതാ ഇഷ്ടമുള്ള മൂഡിലേക്ക് ആക്കാം. ഇത് വെച്ചിട്ട് ശരിക്കും നൈറ്റ് ഓടിക്കുമ്പോൾ ശരിക്കും ഒരു അടിപൊളി ഒരു ഫീലിംഗ് തന്നെ കേട്ടോ. നമ്മുടെ ഏതൊരു വണ്ടിയാണെങ്കിലും ഏതൊരു കാറാണെങ്കിലും നമുക്ക് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്നവർക്കും ആ സംഭവം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ബാക്കിലും സെയിം സാധനം നമുക്ക് ഇവിടെ വരെ വരുന്നുണ്ട്. ഒരു പ്രീമിയം കാറിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. ശരിക്കും ഒരു ബെൻസ്, BMW അങ്ങനത്തെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന കാറുകൾക്കാണ് ഇപ്പോൾ ആംബിയലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ കാറിൽ പോലും നമുക്കിതിങ്ങനെ ആപ്പ് ത്രൂ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. സോളിഡ് ആയിട്ടുള്ള കളേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അങ്ങനെ അതും വെക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ആപ്പിലാണ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെയൊക്കെ 10,000-7,000 രൂപ വരെ റേറ്റ് വരും. ആ ഒരു സാധനം അതിന്റെ 1/3 റേറ്റിൽ എനിക്ക് കിട്ടിയിട്ടോ. അതും നമ്മളെ കാലിലേക്ക് ലൈറ്റ് വരുന്ന 10 പീസ് എന്ന് പറഞ്ഞൊരു പീസ് ഉണ്ട്, 6 പീസ് ഉണ്ട്, പല പീസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ 4 ഡോറിലും നമ്മുടെ 4 ഡോറിലും ഡാഷ്ബോർഡിലും മാത്രം വരുമ്പോൾ 6 പീസ് ആണ്. അപ്പൊ ഈ ലൈറ്റ് നമ്മുടെ ലെഗ് സ്പേസിലേക്കും വരുമ്പോൾ അതിന്റെ റേറ്റ് വ്യത്യാസം വരും കേട്ടോ. അപ്പൊ ഇത് 10 പീസ് എന്നാണ് ഇതിനെ പറയുക. അപ്പൊ ഈ ഒരു സാധനത്തിന് പോലും നല്ല റേറ്റ് കുറവിൽ എനിക്ക് കിട്ടി. അപ്പൊ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് അവരുടെ പേജിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തേക്കാം. എന്തായാലും നിങ്ങളുടെ ഏത് വണ്ടിയാണെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് ചെയ്തു വെക്കുക, അടിപൊളിയാണ്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. എല്ലാം അങ്ങനെ ഡാമേജ് ഒന്നും വരുന്നൊരു പ്രൊഡക്റ്റ് അല്ല. പിന്നെ ഇത് വണ്ടിയുടെ വയറിങ് കാര്യങ്ങളും ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ഓരോ ഡോറിലും ഓരോ മൊഡ്യൂൾ വെച്ചിട്ടുണ്ട് ഇതിന്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഫ്യൂസ് ബോക്സിലേക്കാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഫ്യൂസ് ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്യൂസ് അതിന്റെ മേലെ കയറ്റി വെച്ചിട്ട് ജസ്റ്റ് പ്ലഗിങ് ചെയ്താൽ മാത്രം മതി ഇതിന്റെ കണക്ഷൻ റെഡിയാണ് കേട്ടോ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ഡോറൊക്കെ പാഡൊക്കെ വെച്ചിട്ട് ചെയ്യണതിൽ കുറച്ച് ടൈം എടുക്കും, അത്രയൊരു വ്യത്യാസമുള്ളൂ. പക്ഷെ വണ്ടി നല്ല സെറ്റ് ആവും കേട്ടോ. നമുക്ക് നൈറ്റൊക്കെ പോകുമ്പോൾ ഭയങ്കര വൈബാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ചെയ്തിട്ട്. ഇത് ചെയ്തപ്പോൾ വണ്ടീന്റെ ഫീലേ മാറി. ഒരു നൈറ്റ് ഒരു സോങ് ഒക്കെ വെച്ച് പോകുമ്പോൾ ഭയങ്കര ഫീലാണ്. നമ്മുടെ സോങ്ങിന്റെ ബീറ്റിനനുസരിച്ച് നമുക്ക് ഇത് കൺട്രോൾ മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഇതിനകത്ത് ആപ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ മൊത്തത്തിൽ ആപ്പ് പഠിച്ചു വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. കസ്റ്റം, മ്യൂസിക്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് തന്നെ മാറ്റാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ വണ്ടിയിൽ തന്നെ വരുന്ന ഒരു പുതിയൊരു മോഡിഫിക്കേഷൻ ആയിട്ട് ഇനിയും വരാം. അതുവരെ ബൈ ബൈ.